أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن امرأة ഏതെങ്കിലും ഒരു സ്ത്രീ ഖാഫത്ത് അവൾ ഭയപ്പെട്ടു മിൻ ബഅലിഹ അവളുടെ പുരുഷനിൽ നിന്ന്, അതായത് ഭർത്താവിൽ നിന്ന്, നുഷൂസൻ പിണക്കം ഭയപ്പെട്ടാൽ, ഔ ഇഅറാദൻ അല്ലെങ്കിൽ അവഗണന ഭയപ്പെട്ടാൽ, ഫലാ ജുനാഹ അലൈഹിമ അവർ രണ്ടുപേർക്കും വിരോധമില്ല, അൻ യുസ്ലിഹ ബൈനഹുമ അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കൽ വിരോധമില്ല. സുൽഹ നന്നായി സുൽഹ് ഉണ്ടാക്കുന്നതിന് വിരോധമില്ല. സുൽഹു ഖൈർ, സുൽഹാണ് ഖൈർ, അതായത് പരസ്പരം നന്നാകലാണ് ഖൈർ. ഉഹ്ളിറത്തിൽ അൻഫുസു ഷുഹ ലോഭം മനസ്സുകളിൽ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു, ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. ഇൻ തുഹ്സിനു നിങ്ങൾ നന്നായി ചെയ്യുകയാണെങ്കിൽ, തത്തഖു നിങ്ങൾ തഖ്വയുള്ളവരാവുകയാണെങ്കിൽ, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു കാന ബിമാ തഅമലൂന ഖബീറ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തികളെ അതിസൂക്ഷ്മമായി കാണുന്നവനാകുന്നു, വിലയിരുത്തുന്നവനാകുന്നു. വലൻ തസ്തതിഉ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല, അൻ തഅദിലു നിങ്ങൾ നീതി പാലിക്കുക എന്നുള്ളത്, ബൈനൻ നിസാ ഈ സ്ത്രീകൾക്കിടയിൽ, വലൗ ഹറസ്തും അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അത് സാധ്യമാവുകയില്ല. എന്നാൽ ഫലാ തമീലു നിങ്ങൾ ചായരുത്, കുല്ലൽ മൈലി മൊത്തമായി അങ്ങ് ചായരുത്, ഫത്തദറൂഹ അങ്ങനെ അവളെ ഉപേക്ഷിക്കരുത്, കൽ മുഅല്ലഖത്തി തൂക്കിയിട്ടവളെപ്പോലെ. ഇൻ തുസ്ലിഹു നിങ്ങൾ നന്നാവുകയാണെങ്കിൽ, തത്തഖു നിങ്ങൾ തഖ്വയുള്ളവരാവുകയാണെങ്കിൽ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു കാന ഗഫൂറർ റഹീമ അല്ലാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. ഇൻ യതഫറഖ ഇനി അവർ പിരിഞ്ഞാൽ, യുഗ്നില്ലാഹു അല്ലാഹു ഐശ്വര്യം ചെയ്യും, കുല്ലൻ എല്ലാവർക്കും, മിൻ സഅതിഹി അവൻ്റെ വിശാലതയിൽ നിന്ന്. വക്കാനല്ലാഹു നിശ്ചയമായും അല്ലാഹുവാണ്, വാസിഅൻ ഹക്കീമ അല്ലാഹു വിശാലനും ജ്ഞാനിയുമാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേതാണ്. വലഖദ് വസ്സൈന നിശ്ചയമായും നാം ഉപദേശിച്ചിട്ടുണ്ട്, അല്ലദീന ഊത്തുൽ കിതാബ വേദം നൽകപ്പെട്ടവരെ, മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പ്, ഇയ്യാക്കും നിങ്ങളെയും, അനിത്തഖുല്ലാ അല്ലാഹുവിനോട് തഖ്വ ചെയ്യണം. ഇൻ തക്ഫുറു നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള് നിങ്ങൾ അറിയണം, ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേത് മാത്രമാണ്. വക്കാനല്ലാഹു അല്ലാഹുവാണ്, ഗനിയ്യൻ ഹമീദ അവൻ സ്വയം സ്തുത്യർഹനും ഐശ്വര്യവാനുമാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ആകാശഭൂമികളുള്ളത് എന്തും അല്ലാഹുവിൻ്റേതു മാത്രമാണ്. വകഫാ ബില്ലാഹ് അല്ലാഹു മതി, വക്കീല വരമേൽപ്പിക്കാൻ അല്ലാഹു മാത്രം മതി. ഇൻ യശഅ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, യുദ്ഹിബുക്കും നിങ്ങളെ ഇല്ലാതാക്കി കളയും, അയ്യുഹന്നാസ് ഏ ജനങ്ങളെ, വയഅതി ബി ആഖരീൻ വേറെ സൃഷ്ടിയെ അല്ലാഹു കൊണ്ടുവരും. വക്കാനല്ലാഹു അല്ലാഹുവാണ്, അലാ ദാലിക ഖദീറ അതിനൊക്കെ കഴിവുള്ളവനാണ് അല്ലാഹു. മൻകാന യുരീദു സവാബദ് ദുനിയ ആരെങ്കിലും ദുന്യാവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്നാൽ ഫഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ അടുക്കൽ സവാബുദ് ദുനിയ വൽ ആഖിറ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും പ്രതിഫലമാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ. വക്കാനല്ലാഹു സമീഅൻ ബസീറ അല്ലാഹു നന്നായി കേൾക്കുന്നവനും നന്നായി കാണുന്നവനുമാണ്. നമ്മൾ ഈ സൂറയുടെ സൂറത്തുൻ നിസാഇൻ്റെ തുടക്കം മുതൽ നമ്മൾ പറയുന്ന കുറേ വിഷയങ്ങളുണ്ട്, ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കുറിച്ച്, യത്തീമുകളെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അനന്തരാവകാശം, സ്ത്രീകളുടെ സ്വത്തവകാശം, വിവാഹമോചനം, നമസ്കാരം, ശുദ്ധീകരണം, യുദ്ധം, അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെയാണ് ഈ സൂറ കടന്നു വരുന്നത്. അതായത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച ഏറെക്കുറെ മുഴുവൻ കാര്യങ്ങളിലും ഈ സൂറ സ്പർശിച്ചിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഇബ്രാഹിമി മില്ലത്ത്, മനുഷ്യരൊക്കെയും ഇബ്രാഹിമി മില്ലത്തിലായിക്കൊണ്ട്, മുഹമ്മദീയ ശരീഅത്തിലായിക്കൊണ്ട് ജീവിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം എന്താവുന്നത്, ഇബാദത്തായി മാറുന്നത്. അല്ലെങ്കിൽ ജീവിതം അതിൻ്റെ പാട്ടിന് പോകും, നമ്മളിങ്ങനെ ജീവിക്കുകയും ചെയ്യും. ഇത് രണ്ടും കൂടിയിട്ടുണ്ടാകുമ്പോഴാണ്, അതാണ് നേരത്തെ മില്ലത്തെ ഇബ്രാഹീമിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഈ പറയുന്ന നിയമങ്ങളൊക്കെയും ഇനി പറയുന്ന നിയമങ്ങളൊക്കെയും ശരീഅത്തു മുഹമ്മദാണ്. ആ ശരീഅത്തു മുഹമ്മദിൽ ജീവിക്കുമ്പോഴാണ് അത് ഇബാദത്തായി മാറുക. ആ വിഷയത്തിലേക്കാണ് ഇനി വരുന്നത്.
അതായത് അജ്ഞതയിലും അന്ധകാരത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു സമൂഹം, അവിടെ വിവാഹത്തിന് എണ്ണങ്ങളില്ല, അവകാശങ്ങളില്ല, ബാധ്യതകളില്ല, അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹം പുതിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് ഇങ്ങനെ മാറുകയാണ്. ആ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നതാണ് യസ്തഫ്തൂനക എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അതിൽ പെട്ട ഒരു വിഷയമാണ് ഇനി 128 പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, സൗദ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഭാര്യ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ തന്നെ വളരെ വയസ്സായിട്ടുണ്ട്, അവർക്ക് വലിയ പ്രായമായിട്ടുണ്ട്. അപ്പോൾ അവർ റസൂലിൻ്റെ റസൂലിൻ്റെ ഭാര്യയാവുകയും, എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസ്ഥ അവർ സ്വയം മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു ഭാര്യ എന്ന നിലക്ക് അവർക്ക് കിട്ടേണ്ട ചില അവകാശങ്ങൾ അതിന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരുടെ ഓരോരുത്തരും താമസിക്കാൻ ദിവസങ്ങളുണ്ട്, അത് നിശ്ചയിക്കപ്പെട്ടതാണ്, അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ദിവസം അവർ ആയിഷ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് അവരുടെ അടുത്ത് ചെലവഴിക്കേണ്ട സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് താമസിക്കുക, അതാണ് ആ വിട്ടുവീഴ്ച. അങ്ങനെ അപ്പോൾ ഭാര്യയായിട്ട് നിൽക്കും വേണം, എന്നാൽ ഇങ്ങനെ ചില വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഭാര്യയായി തുടരാം എന്നാണ്, അതാണ് നല്ലത് എന്നാണ് ഇതിൽ പറയുന്നത്. വേറൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, റാഫി ബിനു ഖദീജ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിനും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖൗല ബിന്ത് മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ ഭാര്യയിൽ അദ്ദേഹത്തിന് ഏതോ നിലക്ക് വിരക്തി ഉണ്ടായി, ചിലപ്പോൾ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയങ്ങളെ കൊണ്ടോ ആണ്. അങ്ങനെ അവർ വിവാഹമോചനം ചെയ്യാൻ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഭാര്യ എന്ന നിലക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഒഴിവ് തരാം, എന്നാലും ഞാൻ നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഈ ആയത്ത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് നിലക്കും വിവാഹമോചനത്തിലേക്ക് എത്താതെ ഭാര്യ എന്ന നിലക്ക് തന്നെ, ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലക്ക് തന്നെ ജീവിക്കാൻ വല്ല സാധ്യതയുമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു വിശ്വാസികളെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് രണ്ട് നിലക്കുള്ള സംഭവമുണ്ട്. അതായത് നീതി എന്ന് പറയുമ്പോൾ അത് രണ്ട് നിലക്ക് ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിൽ വെക്കണം ഈ പറയുമ്പോൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വ്യാവഹാരിക തലത്തിലുള്ള ഒരു നീതിയുണ്ട്, മാനസിക തലത്തിലുള്ള ഒരു നീതിയുണ്ട്, രണ്ട് തരം നീതിയുണ്ട്. അപ്പോൾ നേരത്തെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഭർത്താവിന് ഭാര്യയിൽ എന്തെങ്കിലും വിരക്തി തോന്നിയാലും ഒരു പക്ഷേ ആ വെറുക്കുന്ന കാര്യത്തേക്കാൾ അധികമായിട്ടുള്ള ഗുണങ്ങൾ അവളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാരണത്തിൻ്റെ ഒന്നും പേര് പറഞ്ഞിട്ട് വിവാഹമോചനത്തിലേക്ക് പോവരുത്. അവരുടെ നന്മയെ കണ്ടെത്താൻ ശ്രമിക്കുകയും, അത് ഒരു പക്ഷേ നിങ്ങൾ ഈ ഇതിനേക്കാളൊക്കെ ഹൈറായേക്കാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഗുണങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ഖുർആൻ നേരത്തെ പറഞ്ഞു, ഫൈൻ കരിഹ്തുമൂന്ന ഫഅസ അൻ തക്റഹു ശൈഅൻ വയജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കൊടുത്തു. 19-ാമത്തെ ആയത്തിൽ അതുണ്ട്. അപ്പോൾ അതൊക്കെ വിവാഹമോചനം അനുവദിക്കപ്പെട്ടൊരു സംഭവമാണെങ്കിൽ പോലും അത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. അതിലേക്ക് വരികയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് പറയുന്നത്, അൻഫുസു ശുഹ എന്ന് പറയുമ്പോൾ ഈ ലോഭം, അതായത് സ്വാർത്ഥത മനുഷ്യൻ്റെ ഉള്ളിൽ കുടിയിരുത്തപ്പെട്ട ഒരു സംഭവമാണ്. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ആ ഒരു സാധനം വേണ്ടി വരും. അല്ലാതെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം മത്സരത്തിൻ്റെതായ ഒരു സ്വഭാവം ഉള്ളതാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അതും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷേ എല്ലാവരും എന്താ ചോദിച്ചാൽ അവനവൻ്റെ ലാഭം, അവനവൻ്റെ കാര്യം എന്ന് പറയുന്നതിലേക്ക് ഇങ്ങനെ കൂടുതൽ ചാഞ്ഞു പോകാനുള്ള ഒരു സ്വഭാവം മനുഷ്യരുണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, സ്ത്രീയുടെ വാദത്തിലും ഉറച്ചു നിൽക്കും, പുരുഷൻ്റെ വാദത്തിലും ഉറച്ചു നിൽക്കും. ആ രണ്ട് പരിപാടിയും അതേപോലെ നടന്നാൽ ഈ പരിപാടി നടക്കില്ല. ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഒത്തുതീർപ്പ് എന്ന് പറയുന്ന സുൽഹ എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്നത്.
പക്ഷേ സുൽഹാണ് ഖൈർ, സുൽഹാണ് ഖൈർ എന്ന് അള്ളാഹു പറയാം. എന്നിട്ട് പറയാണ് തുഹ്സിനു വ ഇൻ തുഹ്സിനു വ തത്തക്കു, നിങ്ങൾ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വിശ്വാസം വേണമെന്നൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ വ തത്തക്കു, തക്കുവ വേണമെങ്കിൽ എന്ത് വേണം? അത് തക്കുവയോടെ ആവണമെങ്കിൽ വിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കേ തക്കുവയോടെയുള്ള പ്രവർത്തനമാവുള്ളൂ. അതേ അള്ളാഹുടെ അടുത്ത് വിലപ്പോകുള്ളൂ. മറ്റത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ ചിലപ്പോൾ അത് ഉപകരിച്ചേക്കാമെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് അതൊരു നല്ല കാര്യമായി അള്ളാഹ് പരിഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രണ്ടും കൂടി അത് പറയാൻ ഉള്ള ഒരു ശ്രദ്ധ. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. അപ്പം നിങ്ങളുടെ പ്രവൃത്തി അതിലേക്ക് നയിച്ച നിങ്ങളുടെ മാനസികാവസ്ഥയും അതിൻ്റെ മോട്ടിവേഷനും ഒക്കെ വളരെ സൂക്ഷ്മമായി പരിഗണിക്കും അള്ളാഹു എന്നാണ്. അതില്ലെങ്കിൽ അത് ഭൂമിയിലെ നല്ല കാര്യമായിട്ടങ്ങ് പോവും ചെയ്യും. അത് അത്രേ ഉള്ളൂ. ഇനി ആ സംഭവത്തിനെ കുറിച്ച് അള്ളാഹു പറയാം. കാരണം നേരത്തെ തന്നെ 3-ാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വ ഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമാ ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വ സുലാസ വ റുബാ എന്ന് പറയുന്ന ആ ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ബഹുഭാര്യന്മാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കിടയിൽ നിങ്ങൾ എന്ത് തുല്യത പുലർത്തണം. അത് പറ്റില്ല എന്ന് നിങ്ങൾ പേടിക്കുകയാണെച്ചെങ്കിൽ നിങ്ങൾ ഒന്നിൽ നിർത്തണം എന്നാണ്. അതൊക്കെ വന്നപ്പോൾ എന്താ ചോദിച്ചാൽ ഈ സഹാബാക്കളുടെ ഇടയിൽ വലിയ വിഷയമായി. കാരണം ഇതൊക്കെ സാധ്യമാകണ്ടേ, ഇതൊക്കെ സാധ്യമാവണ്ടേ. കാരണം നമ്മുടെ മാതിരി ഇത് കേട്ടിട്ട് കൂടി പോയിരുന്നിട്ട് നമ്മൾക്ക് തോന്നിയ മാതിരി ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നില്ല ഈ സഹാബാക്കളെ. അവർ റസൂലിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വരിക നിൽക്കുക, അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. അങ്ങനെ പകർത്തുമ്പോൾ അവർക്ക് വലിയ വിഷയമുണ്ട്. നമ്മുടെ മാതിരിയല്ല, നിസ്സംഗരായിട്ട് നിൽക്കുന്ന ആളുകളല്ല. അപ്പോൾ അവർക്ക് അത് വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അവർ ഈ ചോദ്യങ്ങൾ അവരിൽ നിന്ന് വരുന്നത് തന്നെ. ഇതെങ്ങനെ സാധ്യമാവും നീതി പുലർത്തുക എന്ന്? അത് സാധ്യമാവില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് അതിന് വിശദീകരണമായിട്ട് അള്ളാഹ് പറയാണ്, വലൻ തസ്തതീഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. നിങ്ങളങ്ങ് കൊതിച്ചാൽ പോലും സ്ത്രീകൾക്കിടയിൽ നീതി പുലർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന്. അത് നടക്കില്ല. അത് ഏത് തരം നീതിയെക്കുറിച്ചാണ് പറയുന്നത്? മാനസികമായ നീതിയെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരവ്, നിങ്ങളുടെ അവരോടുള്ള പരിഗണനകൾ, ഈ വക സാധനങ്ങളൊക്കെ ഏകപക്ഷീയമായി നടക്കുമോ? നടക്കില്ല. എൻ്റെ ഭാര്യ എന്നോട് തോന്നിയ മാതിരിയൊക്കെ പെരുമാറുകയാണ് ചെയ്യും, പിന്നൊക്കെ എങ്ങനെ സ്നേഹം ഉണ്ടാവും? അപ്പോൾ അത് എന്ന് പറയുന്നത് ഇങ്ങോട്ടും കൂടിയുള്ളതിനെ അപേക്ഷിച്ചിട്ടുള്ള സാധനമാണ്. ചിലർക്ക് സൗന്ദര്യം കൂടുതലുണ്ടാവും, സ്വഭാവങ്ങളും നന്നാവും, പെരുമാറ്റങ്ങൾ നന്നാവും. അപ്പോൾ അതിനനുസരിച്ച് മനുഷ്യ മനസ്സ് അവരിലേക്ക് കൂടുതൽ ചായ്ഞ്ഞു നിൽക്കും. അത് നിങ്ങളുടെ പരിധിയിലുള്ള വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സാധ്യമല്ല. പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്താ വെച്ചാൽ വ്യാവഹാരിക തലത്തിലുള്ള നീതിയുണ്ട്. അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതേമാതിരി ഓരോ ദിവസവും ഓരോരുത്തരുടെ അടുത്ത് ചെലവഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ നീതി പുലർത്തേണ്ടത് എന്നാണ്. മറ്റത് നിങ്ങൾക്ക് സാധ്യമല്ല. ഇതിൽ നിങ്ങൾ കൃത്യമായ നീതി പുലർത്തണം. കാരണം ഇത് ഏകപക്ഷീയമായി വിചാരിച്ചാൽ തന്നെ നടക്കും. ഭർത്താവ് മാത്രം വിചാരിച്ചാൽ നടക്കും. ആ സംഭവത്തിലാണ് നിങ്ങളോട് നീതി പുലർത്താൻ അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫലാ തമീലു കുല്ലൽ മൈലി, നിങ്ങൾ മൊത്തം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയിലേക്ക് മാത്രം ചാഞ്ഞു പോകരുത്. അങ്ങനെ ചാഞ്ഞു കിടക്കാൻ പാടില്ല. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവളെ നിങ്ങൾ ഉപേക്ഷിക്കൂല, കൂടെ ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടി തൂക്കിയിടരുതെന്ന്. സ്ത്രീയെ അങ്ങനെ കെട്ടി തൂക്കി ഇടാൻ പാടില്ല. വ ഇൻ തുസ്ലിഹു വ തത്തക്കു, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കുകയും തക്കുവയോടെ അത് ചെയ്യുകയും ചെയ്താൽ ഫ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, അപ്പോൾ അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനും ഗഫൂറുമായി മാറും, പൊറുക്കും. നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും പൊറുക്കും. ഇനി നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന അബദ്ധങ്ങളിലും ഇതൊക്കെ അള്ളാഹു പൊറുക്കുന്നവനും ഗഫൂറുമായി മാറും. എന്ത് വേണമെന്ന് ചോദിച്ചാൽ അള്ളാഹ് പറയുന്നത് പോലെ ഈ ജീവിതം കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കണം. ഇതിങ്ങനെ പറയുമ്പോൾ ഇത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഈ അവകാശം കേട്ടോ. സ്ത്രീക്കാണ് ഈ അവകാശം, ഈ വിട്ടുവീഴ്ച ചെയ്യാനുള്ളത്. സ്ത്രീ വിചാരിക്കണം. സ്ത്രീക്ക് വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യാം, വിവാഹമോചനം വേണമെങ്കിൽ മേടിച്ച് പോവുകയും ചെയ്യുക, അതൊക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ സ്ത്രീയുടെ ഇഷ്ടമാണ്, പുരുഷൻ്റെ ഇഷ്ടമല്ല. നിർബന്ധിക്കുക ഒന്നുമല്ല. പക്ഷെ അതാണ് സ്ത്രീക്ക് നല്ലത് എങ്കിൽ, ഇപ്പോൾ പ്രായമായിട്ടൊക്കെ അല്ലെങ്കിൽ രോഗമായിട്ടോ ഏതെങ്കിലും നിലക്കൊക്കെ ഈ സ്ത്രീ ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടാൽ അവർക്ക് വിവാഹമോചനം ചെയ്തു പോയിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യയായിട്ട് അവകാശങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഏറ്റവും നല്ലത്.
അവർ തീരുമാനിക്കുകയാണെച്ചെങ്കിൽ അത് സ്ത്രീയുടെ ഇഷ്ടമാണ്. സ്ത്രീ വേണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. ഇനി പറയാം, ഈ യത്തഫറക്ക, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ പിരിയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ മാതിരി ഇന്നാ പോയി തൊലിയുന്നൊന്നല്ല. അതുകൂടി മനസ്സിലാക്കണം. ഇന്നാ പോയിട്ട് ഓരെന്തെങ്കിലും ആകട്ടെ, ഇനി അവിടെ വെച്ചിട്ട് പരലോകത്ത് വെച്ച് കാണാം, അങ്ങനെ ഒന്നല്ല അള്ള പറയണ അങ്ങനെ ഒന്നല്ല. യുഗനില്ല, അള്ള ഐശ്വര്യം ചെയ്യുന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെ ഈ നിയമങ്ങളൊക്കെ പരമാവധി പാലിക്കാൻ ശ്രമിച്ചിട്ടും സാധ്യമാവാതെ വന്നിട്ട് അവർ പിരിയുകയാണെങ്കിൽ അതാണ് സുന്നത്തായ തലാഖ് എന്നൊക്കെ പറയുന്നത്. അതാണ് സുന്നത്തായ തലാഖ്. അതാണ് അള്ളാഹു അനുവദിച്ച ഇഷ്ടപ്പെട്ട തലാഖ്. അതിന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്, അതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കുല്ലം മിൻ സഅത്തിഹി, ആ രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ വിശാലതയിൽ നിന്ന് അള്ളാഹു നൽകുമെന്നാണ്. അപ്പോൾ അങ്ങനെ മാന്യമായ രീതിയിൽ നല്ല നിലയിൽ തലാക്ക് ചെയ്യപ്പെടുന്നത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. അത് നല്ലത്. അവരുടെ അള്ള അങ്ങ് ഏറ്റെടുത്തേക്കുന്നു. പക്ഷേ ഈ ശരീഅത്ത് മുഹമ്മദിലായിരിക്കണം ആ സംഭവങ്ങളൊക്കെ എന്നുള്ളത് അതിൻ്റെ ഒരു നിബന്ധനയാണ്. വകാനല്ലാഹു വാസിഅൻ അലി ഹക്കീമ, അള്ളാഹു അതിവിശാലനും അള്ളാഹു ജ്ഞാനിയും ഏത് ജ്ഞാനവും പ്രവർത്തിക്കാൻ ശേഷിയുമുള്ളവനുമാണ്. അതുകൊണ്ട് അത് എങ്ങനെ നടക്കും എന്നുള്ളതൊന്നും നമ്മളുടെയൊക്കെ വിഷയം എന്താ ചോദിച്ചാൽ, വിവാഹമോചനം കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതകാലം മുഴുവൻ ശത്രുക്കൾ, അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. മാന്യമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ നല്ല മാന്യമായിട്ട് തന്നെ പിരിയുക. എന്താണ് ആ നിക്കാഹിൻ്റെ ഖുതുബയിൽ അത് പറയില്ലേ, നമ്മൾ ഓർമ്മ വരുന്നില്ല, മാന്യമായി പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ തസ്രീഹം ബി ഇഹ്സാൻ എന്ന് പറയുന്നത്. അതാണ് ആ പറയുന്നത്. അതൊക്കെ ആ നിക്കാഹ് നടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അതൊക്കെ. ഇനി പറയുന്നത്, എന്തിനാണ് അള്ളാഹുവിനെ അങ്ങനെയൊക്കെ അനുസരിക്കുന്നത്, എന്തിനാണ് ഈ റസൂലിനെ ഫോളോ ചെയ്യുന്നത്, എന്തിനാണ് ജീവിതം അങ്ങനെയൊക്കെ ആക്കുന്നത്? അതിൻ്റെ കാരണം തന്നെ അതാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ, ഈ ആകാശഭൂമികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒന്നും ഭാവനയുടെ ഒരു പരിധിയിലും ഒതുങ്ങുന്ന സംഭവമല്ല. അത് എത്രയൊക്കെ നമ്മളിപ്പോൾ സയൻസിനെ കുറിച്ച് വായിച്ചാലും പഠിച്ചാലും അത് ഉള്ളതിൻ്റെ എത്രയോ 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 ചെറുതാണ്. ഭാവനയിൽ കാണുന്നത് തന്നെ, അല്ലെങ്കിൽ കണക്കിൽ കാണുന്നത് തന്നെ അത്ര ചെറുതാണ്. അതിൻ്റെ ഒക്കെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അത് കണക്ക് കൂട്ടാനൊന്നും അപ്പുറമാണ്. അതിൻ്റെ മുഴുവൻ അധികാരവും ആധിപത്യവും അള്ളാഹുവിന് മാത്രമാണ്. അത് തന്നെയാണ് ഇതൊക്കെ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കാൻ കാരണം. നമ്മുടെ അറിവിൻ്റെയോ പരിധിയിലൊന്നുമല്ല കാര്യങ്ങൾ കെടുക്കുന്നത്, അതിനുമൊക്കെ എത്രയോ അപ്പുറമാണ്. അതിപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ വലക്കത് വസ്സൈന, ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ്. ഇത്രയൊക്കെ ആധിപത്യം അധികാരമുള്ള അള്ളെന്തിനാ ഉപദേശിക്കണം? അതാണ് ശരിക്കും മനുഷ്യൻ്റെ ആദരവ് എന്ന് പറയുന്നത്. ആ മനുഷ്യനെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ പോലും ഉണ്ട് അള്ളാഹു. ഉപദേശിക്കുക എന്ന് പറയുന്ന ആരെ? ഇപ്പം ഞാൻ പ്രധാനമന്ത്രിനെ ഉപദേശിക്കാൻ പ്രധാനമന്ത്രിയോട് ഞാൻ പോയി കൽപ്പിക്കാൻ പറ്റുമോ? കാരണം ഇക്കതിനുള്ള അധികാരമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഉപദേശകനായിട്ട് നിൽക്കുന്നത്, അല്ലേ? പക്ഷെ അള്ളാഹ് നമ്മളോട് ഉപദേശിക്കുന്നത് എന്തിനാ? അള്ളാഹ്ക്ക് നമ്മളോട് കൽപ്പിച്ചുകൂടെ? അതാണ് ഈ മനുഷ്യന് അള്ളാഹു നൽകിയ ആദരവിൻ്റെ വലിയൊരു സംഭവം. അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ള ഈ ആകാശഭൂമികളിലുള്ള നമ്മുടെ അറിവിൽ അള്ളാഹു ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകപ്പെട്ട വേറൊരു സൃഷ്ടിയില്ല, നമ്മളും ഈ അറിയപ്പെട്ടതിൽ ഈ ജിന്നുകളും അല്ലാതെ. ബാക്കിയുള്ളതൊക്കെ തൗ അൻ വ കിർഹൻ, രണ്ടാലൊരു നിലക്കാണ്. ഒന്നുകിൽ തൗ അൻ എന്ന് പറഞ്ഞാൽ അവർ സ്വമേധയാ അങ്ങ് കീഴ്പ്പെടുക, അതല്ലാത്തത് കിർഹാണ്. ആ കെറുഹിലാണ് ബാക്കി കാര്യങ്ങൾ മുഴുവൻ കെടുക്കുന്നത്. ഈ തൗ ആയ കാര്യങ്ങളായതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പരിമിതമായ ചില മേഖലകളിൽ മാത്രം നൽകിയ ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിനെ അള്ളാഹു നമുക്ക് മാനിച്ചുകൊണ്ടാണ് ഈ വസ്വൈന എന്ന് പറയുന്നത്. വലക്കത് വസ്വൈനല്ലദീന ഊത്തുൽ കിതാബ, മുമ്പ് വേദം നൽകപ്പെട്ടവരെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. വയ്യാക്കും, നിങ്ങളെയും ഞാനിതാ ഉപദേശിക്കുന്നു. അനിത്തക്കുള്ള, ഇവിടെയൊക്കെ നമ്മൾ ഈ തക്കുവ എന്താന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കും. അള്ളാഹുവിന് എന്താണോ തൃപ്തി, ആ തൃപ്തി റസൂൽ എങ്ങനെയാണോ നമ്മൾ അറിയിച്ചത് അതനുസരിച്ച് ജീവിക്കലാണ് തക്കുവയോടെ ജീവിക്കൽ.
അതിൻ്റെ അപ്പുറമുള്ള ഏതും തക്കുവയോടെ ജീവിക്കലല്ല. അതിൽ നിന്ന് കൂട്ടിയാലും ശരി കുറച്ചാലും ശരി, രണ്ടും തക്കുവക്ക് പുറത്താണ്. അപ്പോൾ നമ്മൾ അത്തക്കുള്ള ഇത്തക്കുള്ള എന്ന് പറഞ്ഞാൽ അള്ളാനെ പേടിക്കണം അള്ളാനെ പേടിക്കണം എന്ന് പറഞ്ഞാൽ അത് കേവലമായൊരു പേടിയൊന്നുമല്ല. അത് പേടി മാത്രമല്ല, പേടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ട് എന്നേ ഉള്ളൂ. അതിനേക്കാളൊക്കെ അപ്പുറമുള്ള വലിയ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആകാശഭൂമികളുടെ സംഭവങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അതൊക്കെ മനസ്സിലാവുമ്പോഴേ ശരിക്കും നമുക്കത് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഈ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനോട് കൃത്യമായി ആത്മാർത്ഥമായി ഇപ്പോഴും ബോധത്തിൽ അത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് ചിലപ്പോൾ വയൽ കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാട്ടിന് പോകും. പക്ഷേ ഇതൊരു ബോധമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ഇത് ഗ്രഹിച്ചിരിക്കണം. ആ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഈ അടിക്കടി നമ്മളോട് ഇത്തക്കുള്ള ഇത്തക്കുള്ള എന്ന് പറയുന്നതും പറയിപ്പിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ അംശത്തിൽ പോലും ഈ തക്കുവ, ആ ബോധം ഇങ്ങ് കടന്നു വരുമോ. എന്ത് ചെയ്യുമ്പോഴും ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും. ആ ഒരു ബോധത്തിലായിരിക്കണം. എനിക്കെന്താ ഇഷ്ടം അതല്ല. അതാണ് നേരത്തെ പറഞ്ഞ ലോഭം എന്ന് പറയുന്നത്. ആ ലോഭത്തിനെ മാറ്റിയിട്ട് തക്കുവ ആ സ്ഥാനത്തേക്ക് കടന്നു വരണം. അങ്ങനെ കടന്നു വരുമ്പോഴേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അത് എത്രയേ ആവുള്ളൂ. ഇൻ തെക്കുഫുറു, ഇനി അതിനോടൊക്കെ അള്ളാഹു ചെയ്ത ഈ സംഭവത്തോട് ഇവിടെ ഈ തെക്കുഫുറു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞത് അള്ളാഹു ഈ രണ്ട് സൃഷ്ടികൾക്ക് മാത്രം കൊടുത്ത ഈ ആദരവുണ്ടല്ലോ, അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും നന്ദിയോടുകൂടി മാത്രമേ അള്ളാഹുവിനെ നമ്മൾ ഓർക്കൂ. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഈ കുഫർ ഉണ്ടാകുന്നത്, നന്ദികേടും നിഷേധവും ഉണ്ടാകുന്നത്. ആ കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാകാതെ വരുമ്പോഴാണ്. ഇന്നലില്ലാഹി മാഫിസ്, ഇവിടെ 3 പ്രാവശ്യമാണ് ഇതേ സംഭവങ്ങൾ, ഈ വാക്കുകൾ ആവർത്തിക്കണത്. നോക്കണം കേട്ടോ. ഇന്നലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതും ഈ കാഫിർ മനസ്സിലാക്കണമെന്ന്. ആകാശഭൂമികളിലുള്ളതിൽ ഒക്കെ അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിലാണെന്ന് ഈ കാഫിറിൻ്റെ ജീവിതം തന്നെ എടുത്ത് കാഫിർ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാഫിറിന് മനസ്സിലാവും. സ്വന്തം ജീവിതം എടുത്ത് നോക്കിയാൽ മതി. അയാളുടെ ഒരു കാര്യത്തിലും അയാൾക്ക് ഒരു നിയന്ത്രണവുമില്ല. അയാളുടെ ജനനത്തിലില്ല, നാട് തിരഞ്ഞെടുത്തതില്ല, മാതാപിതാക്കളെ തിരഞ്ഞെടുത്തില്ല, ഇനി അയാളുടെ മരണത്തിലില്ല, അയാളുടെ രോഗത്തിലില്ല, ഒന്നുമില്ല. വളരെ ചെറിയ മൈന്യൂട്ടായ ചില കാര്യങ്ങളിൽ മാത്രമുള്ള അധികാരമുണ്ട് എന്ന് ഒരു സാങ്കല്പിക ചിന്ത മാത്രം, അതിലും ഇല്ല, ഒന്നിലുമില്ല. അങ്ങനെ ഉള്ള ആള്, ആ കാഫിർ തന്നെ ചിന്തിച്ചാൽ മതി ആകാശഭൂമികളുടെ ആധിപത്യം ആരുടെ കയ്യിലാണ് കിടക്കുന്നത് എന്ന്. വഖാനല്ലാഹു ഗനിയ്യൻ ഹമീദ. 2 കൂട്ടരും മനസ്സിലാക്കണം, വിശ്വാസികളും മനസ്സിലാക്കണം, കാഫിറും മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് കുറെ നിസ്കരിച്ച് നോമ്പോക്കി കുറെ ഹജ്ജ് ചെയ്ത് അതൊക്കെ കിട്ടിയിട്ട് വേണം അള്ളാഹ്ക്കൊന്ന് ഐശ്വര്യവാനാകാൻ എന്നുള്ള ചിന്ത മുസ്ലിമിനും ആവശ്യമില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ നേർച്ചയൊക്കെ നെയ്യത്താക്കണം ചെയ്യും, എന്ന കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാമെന്നൊക്കെ. അതൊക്കെ ഈ ബോധത്തിൻ്റെ കുറവാണ്. അള്ളാഹ് ഖനിയാണെന്നുള്ള അള്ളാഹ്ക്ക് ഇതെന്തോ കിട്ടിയിട്ട് വേണം ജീവിതം പച്ചപിടിപ്പിക്കാൻ എന്നുള്ള ഒരു ധാരണയിലാണ്. എൻ്റെ കാര്യം നടന്നാൽ അള്ളാഹ്ക്ക് ഞാൻ ഇന്നത് കൊടുക്കാമെന്നൊക്കെ. അങ്ങനെ ഒരു നീർച്ചയൊന്നുമില്ല. അതൊക്കെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഈ അള്ളാഹു ഖനിയാണ് എന്നുള്ള ഈ ബോധത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് ആ യാതി പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. നേർച്ച എന്ന് പറഞ്ഞാൽ മുത്തലക്കായിട്ട് അങ്ങ് ചെയ്യുക. നേർച്ച ഇത് അള്ളാഹുവിന് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, എൻ്റെ ബാധ്യതയാണെന്നുള്ള നിലക്കാണ്. അല്ലാതെ എന്തെങ്കിലും കാര്യം നടന്നാൽ നേർച്ച ചെയ്യുക എന്നുള്ളതല്ല. ആ നേർച്ച പോലും അള്ളാഹുവിനെ പാടുള്ളൂ. പക്ഷേ നമ്മളോടൊപ്പം ആ നേർച്ച പോലും പലർക്കും ആണ്. അത് വേറൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹമീദ്, അള്ളാഹു സ്തുത്യർഹനാണ്. സ്വയം അള്ളാഹുവിൻ്റെ സ്തുതി അള്ളാഹുവിൽ തന്നെ ഉള്ളതാണ്. അപ്പം നമ്മളൊരാളെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ അയാളെ വല്ലാതെ പുകഴ്ത്തുന്നു, അയാളുടെ ക്രെഡിറ്റിനെ കുറിച്ച് പറയുന്നു, അതൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് അയാൾക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ പറയുന്നത് അയാൾക്ക് ഉണ്ടാകുന്നു, അയാളത് കേട്ട് ആനന്ദം കൊള്ളുന്നു. അയാളുടെ ഒന്നിനും പറ്റാതായാൽ നമ്മൾ തന്നെ അയാളെ കുറ്റം പറയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അധികാരം സമ്പത്തൊക്കെ ഉള്ള കാലത്ത് നമ്മൾ വലിയ വർത്തമാനത്തിൽ അയാളെ സ്തുതിക്കും, അയാളെ പുകഴ്ത്തൊക്കെ ചെയ്യും. അയാൾ താഴെ വീണ നമ്മളങ്ങ് തിരിഞ്ഞു നോക്കൂല. ഇത് അള്ളാഹുടെ അവസ്ഥ അതല്ലാന്ന്. നിങ്ങൾ സ്തുതിച്ചിട്ടൊന്നും വേണ്ട അള്ളാഹ്ക്ക് സ്തുതി കിട്ടാൻ. നമ്മളുടെ സ്തുതിയും നമ്മളുടെ ബോധ്യവും മനസ്സിലാക്കലൊക്കെ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഇതൊന്നും അള്ളാഹിനെ ബാധിക്കില്ല.
നമ്മൾ ഇബാദത്ത് ചെയ്തില്ലെങ്കിലും അള്ളാഹ്ക്ക് ഒരു പ്രശ്നവുമില്ല, ബാക്കിയുള്ളവർ അള്ളാഹിനെ അംഗീകരിച്ചില്ലെങ്കിലും അള്ളാഹ്ക്ക് പ്രശ്നമില്ല. ഇതൊക്കെ അള്ളാഹുവിൽ സ്വയം ഉള്ളതാണ്. ആരും കൊണ്ടു കൊടുക്കുകയോ ആരെങ്കിലും പിന്നാറ്റ് പാടുകയോ ആരെങ്കിലും പിന്തുണക്കുകയോ ഒന്നും ആവശ്യമില്ല എന്ന് കാഫറും മനസ്സിലാക്കണം, മുസ്ലിമും മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെ ആകാശഭൂമികളിലെ കാര്യത്തിലേക്കൊന്ന് ചിന്തിച്ചാൽ സ്വയം മനസ്സിലാവുന്ന കാര്യമാണ്. വലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെ ആധിപത്യം മാത്രമാണ് എന്ന് ആര് മനസ്സിലാക്കണം? മുസ്ലിം ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ഈ മുസ്ലിമീങ്ങൾ അങ്ങനെ ഒരു കൂട്ടര് നിലകൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഷെയ്ത്താന്മാർ മുഴുവൻ ഒറ്റക്കെട്ടാവും ലോകത്ത് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ മുസ്ലിം ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഈ ഷെയ്ത്താന്മാർ അത് കുറച്ചൊന്നാവില്ല ഉണ്ടാകുക. ആ മുസ്ലിം, അങ്ങനത്തെ മുസ്ലിം കഫാ ബില്ലാഹി വക്കീല എന്നുള്ള ആ സംഭവം, അതായത് ആരൊക്കെ ഒറ്റക്കെട്ടായാലും പ്രപഞ്ചം മുഴുവൻ ഒന്നിച്ചു നിന്നാലും അള്ളാഹു മതി എന്നുള്ള ബോധം കൃത്യമായി വരണം. അത് പറയാനൊക്കെ എളുപ്പമാണ്, പറയാപ്പോൾ നമുക്ക് കഫാ ബില്ലാഹി വക്കീല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ അള്ളാഹുവിനങ്ങ് അവലംബിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അത്യാവശ്യം പണി ആവശ്യമുള്ള ഒരു സംഭവമാണ്. കൃത്യമായ ബോധവും ഗ്രഹിക്കലും നമുക്കതിന് ആദ്യം ഉണ്ടാവണം. അത് പിന്നെ നമ്മൾ ജീവിതത്തിൽ പരിശീലിച്ച് തുടങ്ങണം. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അത് പരിശീലിച്ച് വരുമ്പോഴേ നമ്മൾ ആ അവസ്ഥയിൽ എത്തുള്ളൂ. പറയാൻ സംഗതി എളുപ്പമാണ്, അള്ളാഹു മതി കഫാ ബില്ലാഹി വക്കീല തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഇത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായി പരിശീലിച്ച് എടുക്കേണ്ട ഒരു സാധനമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം നമ്മുടെ ഇബാദത്തായി മാറുന്നത്. മുസ്ലിമീങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ഈ ആകാശഭൂമികളിലൊക്കെ ഉള്ളത് അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ് എന്നുള്ള കൃത്യമായ അയാൾ ഗ്രഹിച്ചിരിക്കണം. അങ്ങനെ ഗ്രഹിച്ചിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം ഉണ്ടാവേണ്ടത് അറിവും ബോധ്യവുമാണ്. ആ അറിവും ബോധ്യവുമാണ് നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുക. അപ്പോഴാണ് നമുക്ക് സ്വബർ ഉണ്ടാകുക എന്നറിയാം. അറിവില്ലാത്ത ഒരാൾക്ക് സ്വബർ ഉണ്ടാകുക എന്ന് പറഞ്ഞത് സാധ്യമല്ല. അതാണ് മൂസാ നബിയോട്, ആ മൂസാ നബിയുടെ കൂടെ സഞ്ചരിച്ച നമ്മൾ ഖളിർ എന്ന് പറയുന്ന അദ്ദേഹം ചോദിക്കുന്നത്, കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാൻ, അനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ എങ്ങനെ ശ്രമിക്കുന്ന ഈ പറയണത്? അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവും ഗ്രാഹ്യവും ആ ബോധവും നമ്മൾ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒഴുക്കിലെ ചണ്ടി പോലെ അങ്ങ് ഒഴുകിപ്പോവും. ചെറിയ ചെറിയ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ നിൽക്കുമായിരിക്കും, വലിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് ഒഴുകിപ്പോകും. ആ ഒഴുകിപ്പോകുന്നത് നമ്മുടെ പരലോക ജീവിതവും ഭൗതിക ജീവിതവും രണ്ടും കൂടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് മുസ്ലിം വിശ്വാസികളെ തന്നെയാണ് അത് ഉന്നം വെച്ച് പറയുന്നത്. ഈ യശ യുദ്ഹിബുക്കും, നിങ്ങളെ അള്ളാഹു ഈ ഭൂമിയിൽ നിന്നങ്ങ് തുടച്ചു മാറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അയ്യുഹന്നാസേ ജനങ്ങളെ, അതൊരു പണിയില്ല, അതൊരു ഏർപ്പാടാണ്. കാരണം നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയ എത്രയോ സമൂഹങ്ങൾ മണ്ണടിഞ്ഞു പോയത് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നും ഓരോരുത്തരും നമ്മൾ എത്രയോ ആയിരങ്ങൾ ഓരോ ദിവസവും മണ്ണടിഞ്ഞു പോകുന്നുണ്ട്. ഇതിനൊന്നും പ്രതിരോധിക്കാൻ ഈ അഹങ്കാരിയായ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല. അപ്പം മരണത്തെ ഒന്ന് തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ എല്ലാ മനുഷ്യന്മാരും മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, മരണത്തെ ഒന്ന് തടഞ്ഞു നിർത്തി കിട്ടിയെങ്കിൽ. പക്ഷേ ആ ഒരു സംഭവം ഒരാൾക്കും മരണത്തെ തടഞ്ഞു നിർത്താനോ അതൊന്ന് നീട്ടിവെപ്പിക്കാനോ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് വലിയൊരു ചർച്ച തന്നെ ഇല്ല. കാരണം അത് സാധ്യമല്ലാത്ത കാര്യമാണ് എന്ന് എല്ലാവരും അംഗീകരിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കി വേറെ ആൾക്കാർ എന്നല്ല, വേറെ സൃഷ്ടികളെ തന്നെ, അതിന് പറ്റിയ സൃഷ്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ലാത്ത കാര്യമാണ്. ഒരു ബാധ്യത, ഒരു ബുദ്ധിമുട്ടും അതിനില്ല. ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ, നിങ്ങളുണ്ടാക്കാനാണോ പണി അതോ ഈ ആകാശങ്ങളൊക്കെ സൃഷ്ടിക്കാനാണോ, ഉപരിലോകങ്ങളെ അതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ എന്ന്.
നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ സൃഷ്ടി എന്നുള്ള നിലക്ക് നിങ്ങൾ വളരെ ദുർബലരാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ആനനെ പോലെ അല്ലെങ്കിൽ സിംഹത്തെ പോലെ നരിയെ പോലെ ഇതൊന്നും ഒരു പവർ നമുക്കില്ല. പക്ഷെ സൃഷ്ടി എന്നുള്ള നിലക്ക് വളരെ ദുർബലമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ആദരവാണ് നമ്മളെ ഈ ഉയർത്തി നിർത്തിയേക്കണത്. അള്ളാഹു നമുക്ക് നൽകിയ ഭൂമിയിലെ ഖലീഫ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഭൂമിയിലെ ഖലീഫ, അതാണ് നമ്മളെ ഈ ഉയർത്തി നിർത്തിയേക്കണത്. അല്ലാതെ നമ്മുടെ പവറോ നമ്മളുടെ ബുദ്ധിയോ ഒന്നുമല്ല. ഭൂമിയിലെ ഖലീഫ, ഭൂമിയെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിന് വേണ്ട ഉരുപ്പടികളൊക്കെ അള്ളാഹു നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സൃഷ്ടികളുടെയും മേലെ കയറി നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ള വിചാരിക്കുകയാണ് ഒഴിവാക്കുക എന്ന് വിചാരിച്ചാൽ ഒറ്റ ഭൂമി കുലുക്കം കൊണ്ട് തീരാവുന്ന ഏർപ്പാടേ ഉള്ളൂ നമ്മളെല്ലാവരും കൂടി എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കുക ഇപ്പോഴത്തെ കാലത്ത് ഏത് കാലത്തും ഒരു പണിയില്ല, ഏത് കാലത്തും ഒരു പണിയില്ല. വക്കാനല്ലാഹു അലാ ദാലിക ഖദീറ, എന്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്നുള്ളത് ഇപ്പം നിലനിൽക്കുന്ന ഈ സൃഷ്ടി പ്രപഞ്ചം നോക്കിയാൽ തന്നെ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ അള്ള പറയണത് എന്താ വെച്ചാൽ നമ്മളുടെ ബുദ്ധിയെ ഉണർത്താനാണ്, നമ്മളുടെ നിരീക്ഷണം, നമ്മളുടെ ഭാവന, ഇതൊക്കെ ഒന്ന് ഉയർത്തി നിർത്തി നോക്കിയാൽ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ ഒരു പണിയുമില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമുക്ക് പറ്റിയ എന്താ വെച്ചാൽ അവഗണനയാണ്. നമ്മൾ അവഗണിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ അവഗണിച്ചാൽ എന്താ വെച്ചാൽ അവഗണന തന്നെ തഴമ്പാവും. പിന്നെ അവഗണിക്കുകയാണെന്നുള്ള ബോധം പോലും നമ്മളിൽ നിന്ന് പോകും. അതൊക്കെ നമുക്കിപ്പോൾ സംഭവിച്ചത്. നമ്മൾ ആ തഴമ്പൊക്കെ മാറ്റി ഇതിൻ്റെ ആ ഒരു സ്പർശനശേഷിയിലേക്ക് നമ്മൾ വരണം. എന്ത് കേട്ടാലും നമുക്ക് ഒന്ന് ഫീൽ ചെയ്യാത്ത എന്താ വെച്ചാൽ നമ്മുടെ ചെവിയുടെ കേൾവി തഴമ്പിച്ചതാണ്. തഴമ്പിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ തൊട്ടറിയില്ല എന്നുള്ളതല്ലേ. അതാണ് നമുക്ക് സംഭവിച്ചത്. നമ്മുടെ മനസ്സ് തഴമ്പിച്ചു, കേൾവി തഴമ്പിച്ചു, ഹൃദയം തഴമ്പിച്ചു, അങ്ങനെ തഴമ്പിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഈ അവഗണനയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത്. അതിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്കിതൊന്നും മനസ്സിലാക്കാനും അറിയാനും ഒരു ബുദ്ധിമുട്ടില്ല. എന്നിട്ട് പറയാം, മൻ ഖാന യുരീദു സവാബദ്ദുന്യ, ആരെങ്കിലും ദുന്യാവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ചെയ്യണതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ ചെയ്യുന്നത്? നമ്മുടെ ജീവിതം ആകെ ഈ കുറച്ചുള്ള ജീവിതം, അത് നമ്മൾ മുച്ചൂടും ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ വിചാരം നമ്മളങ്ങനെ പറയില്ലെങ്കിലും നമ്മളുടെ അബോധ തലത്തിലെങ്കിലും കെടുക്കുന്ന ഒരു ധാരണ എന്താ ചോദിച്ചാൽ ഈ ദുന്യാവ് വേറെ ആരുടെ നിയന്ത്രണത്തിലാണെന്നാണ്. അങ്ങനെ ഒരു അബോധ തലത്തിലെങ്കിലും അങ്ങനെ ഒരു ധാരണ നമ്മൾ പറയൊന്നുമില്ല. ആരോടെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയും ഒക്കെ അല്ലാടെ എന്നൊക്കെ പറയും. പക്ഷേ നമ്മളുടെ പ്രവൃത്തിയുടെ ആ സംഭവം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ ബോധത്തെ നയിക്കുന്നത് അതാണെന്ന്. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ അടുത്താണ് ദുന്യാവും കെടുക്കുന്നത് ആഖിറവും കെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുത്ത് ഇത് രണ്ടുമുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് വാഗ്ദാനം ചെയ്യണമല്ല. ഒന്ന് മാത്രമല്ല പരലോകം ഉണ്ടെങ്കിൽ ഇങ്ങൾക്ക് ഇഹലോകം ഇല്ല എന്നൊന്നല്ല. അള്ളാഹ് പറയണത് എന്താ വെച്ചാൽ അള്ളാഹിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനോട് തഖ്വ ചെയ്യുകയും നിങ്ങൾക്ക് ധാരാളം മഴ തരും, നിങ്ങൾക്ക് അത് തരും ഇത് തരും എന്നൊക്കെ തന്നെയാണ്. അല്ലാതെ ഭൂമി നിങ്ങളെ പട്ടിണിയിട്ടിട്ട് ഞാൻ കൊല്ലുന്നൊന്നും അള്ളാഹ് എവിടെയും പറയണില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വേറെ, പരീക്ഷണങ്ങൾ വേറെയാണ്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോനെ അറുക്കാൻ പറയുന്നത് പരീക്ഷണമാണ്. അത് പട്ടിണി ഇട്ടിട്ട് കൊന്നിട്ടൊന്നല്ല. അത് അവരുടെ ആ വിശ്വാസത്തിൻ്റെ തലത്തിനനുസരിച്ച പരീക്ഷണം ഏത് വിശ്വാസിക്കും എവിടെയും ഉണ്ടാവും. അത് അയാൾ സമ്പത്തിൽ ജീവിക്കുമ്പോഴുണ്ടാവും, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഭക്ഷണം തടയുക, പട്ടിണിക്കിടുക, കൊല്ലുക, അതൊന്നും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് പെട്ടതല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ചില മുന്നറിയിപ്പുകളാണ്. പലപ്പോഴും മുന്നറിയിപ്പുകൾ, നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല. അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ രോഗം പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ശ്വാസം കിട്ടാണ്ടാവുമ്പോഴാണല്ലോ ശ്വാസത്തിൻ്റെ വില അറിയാം. അതിൽ നിന്നൊക്കെ നമ്മുടെ ചെറിയ രോഗങ്ങളിൽ നിന്ന് പോലും നമ്മൾ മെസ്സേജ് വായിച്ചെടുക്കാൻ പഠിച്ചാൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ തന്നെയാണ് അള്ളാഹ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അകപ്പെടുത്തുന്നത്. നമ്മൾ അപ്പോൾ ഒന്ന് ചിന്തിക്കണം, എന്തൊക്കെയാണ് എൻ്റെയൊക്കെ പ്രശ്നം വന്നത്, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മാറ്റം വരുത്തുന്നുള്ളത്. അങ്ങനെ നമ്മൾ മാറി പോകുമ്പോഴാണ്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് റസൂലൊക്കെ പറഞ്ഞൊരു മുഅ്മിനിൻ്റെ കാര്യം അതിശയാണ്. അവന് പ്രശ്നം വന്നാലും നല്ലത് വന്നാലും അവൻ ഒന്നുകിൽ സബർ ഉണ്ടാവും അല്ലെങ്കിൽ ശുക്ർ ഉണ്ടാവും. അതാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് റസൂലിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്. ആ വിശദീകരണത്തിലുണ്ടാവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കുകയാണെങ്കിൽ വകാന അല്ലാഹു സമീഅൻ ബസീറ, നിങ്ങളെ അള്ളാഹു
അതിസൂക്ഷ്മമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ അള്ളാഹു അതിസൂക്ഷ്മമായി കാണുന്നുണ്ട്. ഈ ബോധമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹു അതിസൂക്ഷ്മമായി കേൾക്കുന്നുണ്ട്, അതിസൂക്ഷ്മമായി കാണുന്നുണ്ട്. ഈ ബോധത്തെ നമ്മളിൽ ഇങ്ങനെ നട്ടു വളർത്തിയാൽ, നമ്മൾ ഈ നട്ടു വളർത്തുന്നതിലിടക്ക്, ആ ശ്രമത്തിലിടക്ക് നമ്മളങ്ങ് മരിച്ചുപോയി ചേർത്തി ഒരു പ്രശ്നവും വിചാരിക്കണ്ട. കാരണം നമ്മുടെ ആ ശ്രമം തന്നെ അള്ളാഹു പരിഗണിക്കും. പക്ഷേ ഇത് അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് വെച്ചെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണ് പോകുന്നത്. അതാണ് നമ്മൾ ഇതിനൊക്കെ ഒരു തുടക്കം കുറിക്കുക. അത് എത്രത്തോളം അള്ള കൊണ്ടെത്തിക്കും എന്നുള്ളത് അള്ളാടെ കയ്യിലേക്ക് വിടുക. പക്ഷെ നമ്മൾ ഈ അവഗണനയൊക്കെ മാറ്റിയിട്ട് ഒരു നിശ്ചിത സമയമെങ്കിലും നമ്മൾ ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു സമയം ഉണ്ടാവണം. അതുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. അങ്ങനെ നിരന്തരമായൊരു ബന്ധം കൊണ്ടേ നമുക്ക് ഈ തഖ്വ ജീവിതം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആഴ്ചയിലോ ഒരിക്കലോ, രണ്ടാഴ്ചയിലോ ഒരിക്കലോ, ഒന്നുകൊണ്ടോ ഒരു കുത്തുബ കേട്ടോണ്ടോ ഒന്നും ഇത് നടക്കില്ല. നമ്മൾ നിരന്തരമായൊരു ബന്ധം മറ്റു പല കാര്യങ്ങൾക്ക് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.